വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഇന്ന് കഴിഞ്ഞ +1 ഫിസിക്സ് പബ്ലിക് എക്സാം 2025 ആൻസേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കി നോക്കാം. ആദ്യം തന്നെ ചോദിക്കട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം മക്കളെ? നിങ്ങൾ എന്തായാലും അത് കമൻറ്റ് ചെയ്യും. വലിയൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. +2 ഫിസിക്സ് ഒക്കെ നോക്കുന്ന സമയത്ത് എത്രയോ പ്രീവിയസും കാര്യങ്ങളൊക്കെ വന്നൊരു എക്സാം ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നേ ഫസ്റ്റ് ലുക്കിൽ. അതായത് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനും പുറത്ത് കണ്ടിട്ടുള്ള കുട്ടികളിലൊക്കെ ചോദിച്ച സമയത്ത് വളരെ ബേസ് ആയിട്ടുള്ള ഈ എക്സാമാണ്, വലിയ സീനൊന്നും ഇല്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എന്തായാലും കമൻറ്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യും. ഒരു 5 പ്രോബ്ലംസിൻ്റെ അറൗണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എനിവേ നമുക്ക് നോക്കാം അതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ടഫ് ഉണ്ടായിരുന്നത്, അതൊക്കെ നിങ്ങൾക്ക് ശരിയാണോ, എങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്, മാർക്ക് കിട്ടോ, ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അവസാനം വരെ കാണാം. പെട്ടെന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, നമ്മൾ സ്ട്രൈലും കാര്യങ്ങൾ അതൊക്കെ അതേപോലെ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് അറേഞ്ച്മെൻറ്റും കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് 1 to 7 നമ്മൾ 1 മാർക്കിൻ്റെയാണ്. അതിൽ 5 ക്വസ്റ്റ്യൻസ് എഴുതണം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ദ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഫ്രം എമംഗ് ദ ഫോളോയിങ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നാണ് പറയുന്നത്, ഗിവൺ ബിലോ. ഓക്കെ, എനിവേ അതുപോലെ തന്നെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ബാക്കി ഞാൻ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയും ചെയ്യും, അതുകൊണ്ട് നോട്ട് ചെയ്തൊന്ന് വെക്കുക. അപ്പോൾ ഇതിൽ ആൻസർ ടെമ്പറേച്ചറാണ് വരിക. വെലോസിറ്റി, ഫോഴ്സ്, ഡെൻസിറ്റി, ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ടെമ്പറേച്ചറാണ്. ബി പാർട്ട് പൊസിഷൻ ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. അതിൽ ഏത് പൊസിഷൻ ടൈം ഗ്രാഫുമായി ബന്ധപ്പെട്ടുള്ള ഗ്രാഫാണ് ഇവിടെ തന്നെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് ആൻസർ ഓപ്ഷൻ സി, ഒബ്ജക്റ്റ് ഹാസ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ് ആ ഒരു ഷേപ്പ് വരിക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡാഷ് എന്ന് പറഞ്ഞിട്ട് ഗ്രാവിറ്റേഷൻ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. മാസ് ഓഫ് എർത്തിന് ഡിപ്പെൻഡ് ചെയ്യും, മാസ് ഓഫ് ബോഡിയിലാണ് ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. ജി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ. എർത്തിൻ്റെ റേഡിയസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. ഈ നാലാമത്തെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് ഫ്ലൂയിഡിൽ നിന്ന്. ആ ഫിഗർ കണ്ടാൽ തന്നെ മനസ്സിലാവും ഏതാണ് ഫിനോമിനൻ. ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് ആണ്. കൂടുതൽ ടൈം കളയുന്നില്ല, വലിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആക്കുന്നില്ല. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ട്രൂ ഓർ ഫാൾസ് സ്ട്രെച്ചിങ് ഓഫ് എ കോയിൽ ഡിറ്റർമിൻഡ് ബൈ ഇറ്റ്സ് ഷിയർ മോഡുലസ്. ഞാൻ എൻ്റെ കുട്ടികൾ മിക്കവാറും പറഞ്ഞൊരു കാര്യമാണ്, മക്കൾ നിങ്ങൾ ഹാഫ് ഇയർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കോ എന്ന് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഒരു ട്രെൻഡ് നമുക്ക് +2 ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റിയ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടതാണല്ലോ. ഈ ക്വസ്റ്റ്യൻ ഷിയർ മോഡുലസുമായി ബന്ധ സ്ട്രെച്ചിങ് ഓഫ് എ കോയിൽ മോഡൽ എക്സാമിൻ്റെയും അതുപോലെ തന്നെ ഹാഫ് ഇയർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് കുട്ടികൾക്ക് തന്നെ ഓൾമോസ്റ്റ് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് വിചാരിക്കുന്നത്. കുറേ കാര്യങ്ങൾ റിപ്പീറ്റ് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ പ്രഷർ ഓഫ് എ സ്വിമ്മറിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഹാഫ് ഇയർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആൻസർ അത് സ്റ്റേറ്റ് ട്രൂ ഓർ ഫാൾസ് ആണ്. അത് ട്രൂ ആണ്. അതിൻ്റെ ഷേപ്പിൽ മാറ്റം ഉണ്ടാകുന്നത് ഷിയർ മോഡുലസ് തന്നെയാണ്. അവിടെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി ഷിയർ മോഡുലസ് ആണ് വരിക. ക്വസ്റ്റ്യൻ നമ്പർ 6 നെയിം ദ സബ്സ്റ്റൻസ് വിച്ച് ഹാസ് ദ ഹയസ്റ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. പണ്ടേ നമുക്ക് ബേസിക് ആയിട്ട് വരുന്ന തെർമൽ പ്രോപ്പർട്ടീസിലെ ക്വസ്റ്റ്യൻ വാട്ടർ ആണ്. ദെൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ദ എക്സ്പ്രഷൻ ബിറ്റ്വീൻ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ ആൻഡ് ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഇമ്പോർട്ടൻറ്റ് പറഞ്ഞ ടോപ്പിക്സ് ആ വീഡിയോ ഇപ്പോഴും കിടക്കുന്നുണ്ട്, പോയി നോക്കിക്കാൻ മനസ്സിലാവും. ഇത് വേവ്സ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ ഇന്ന് രാവിലെയാണ് അപ്ലോഡ് ചെയ്തത്. ന്യൂമറിക്കൽ ആ ക്വസ്റ്റ്യൻ 3 സൈൻ എന്ന് പറയുന്ന റിപ്പീറ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ഇന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ ചെയ്തിട്ടുണ്ട് വിശ്വസിക്കുക. നമുക്ക് നോക്കാം അതിൻ്റെ ആൻസറൊക്കെ എങ്ങനെ വരിക എന്നുള്ളത്. അപ്പോൾ ഈ ഏഴാമത്തെ ക്വസ്റ്റ്യൻ കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന K ഈസ് ഈക്വൽ 3/2 kBT നമ്മൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ നിന്നാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. 2 മാർക്കിൻ്റെ സെഷനിൽ പോയാൽ എട്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രോബ്ലം ആണ്. എ കാർ മൂവിംഗ് അലോങ് എ സ്ട്രേറ്റ് ഹൈവേ വിത്ത് എ സ്പീഡ് ഓഫ് 126 km/h ഈസ് ബ്രോട്ട് ടു എ സ്റ്റോപ്പ് വിത്തിൻ എ ഡിസ്റ്റൻസ് ഓഫ് 200 meter. വാട്ട് ഈസ് ദ റിട്ടാർഡേഷൻ ഓഫ് ദ കാർ? ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ഓഫ് മോഷനുമായി ബന്ധപ്പെട്ടുള്ള വരുന്ന ഒരു പ്രോബ്ലം ആണ്. നോർമലി ഈ ഒരു മോഡൽ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നോക്കാം. യുവിൻ്റെ വാല്യൂ 126 km/h. ന്യൂമറിക്കൽസ് ഒക്കെ കണ്ട് കുട്ടികൾക്ക് വളരെ ബേസിക് ആയിട്ടുള്ള എല്ലാം ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, 126 × 5/8 ഈക്വൽ ടു 35 m/s ആണ്. മീറ്റർ/സെക്കൻഡിൽ കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ തെറ്റ് വരും. അങ്ങനെ അശ്രദ്ധകൾ കൊണ്ട് മാർക്ക് പോയിട്ടുണ്ടാവില്ലേ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, കാരണം അത്ര ടഫ് കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല മക്കളെ. ഓക്കെ, ഞാൻ കുറേ റിപ്പോർട്ടുകൾ എനിക്ക് കുറേ കോൺടാക്റ്റുകൾ മെസ്സേജുകൾ നേരിട്ടും കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ആ ഒരു പഠനം ഫുള്ളായിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. എനിവേ നന്നായിട്ടിരുന്ന് പഠിച്ച കുട്ടികൾക്ക് ഒരു സീനും ഇല്ലാതെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നത്. എസിൻ്റെ വാല്യൂ 200 meter റെസ്റ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ V0 ആണ്. അപ്പോൾ A ഈസ് ഈക്വൽ ടു V² - U²/2s കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് -3.1 റിട്ടാർഡേഷൻ ആണ്. അപ്പോൾ ആക്സിലറേഷൻ ആണ് -3.1, റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ മൈനസ് വേണ്ട 3.1 എന്ന നിലക്കാണ് നോർമലി പറയാം. ഓക്കെ, അതിൽ മൈനസിന് അതിലൊന്നും വലിയ സീനോ കാര്യങ്ങളൊന്നും നിങ്ങൾ കൊടുക്കാനും വേണ്ട. അതിൽ വെറുതെ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ, ഞാനിത് റിപ്ലൈ തരാം. 9ാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ട്രൂ ഓർ ഫാൾസ്. അതിൽ ഫസ്റ്റ് വൺ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഐദർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ പാത്ത് ലെങ്ത് ഓഫ് ആൻ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ 2 points എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐദർ 2 points ബിറ്റ്വീൻ പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസിന് ഈക്വൽ ആവാം ഡിസ്പ്ലേസ്മെൻറ്റ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്റ്റൻസിനേക്കാൾ കുറവാണ്. പണ്ട് ചോദിക്കുക റേഷ്യോ ആണ് ചോദിക്കുക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഒക്കെയാണ് ചോദിക്കുക. ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ
തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെറിയ മിസ്റ്റേക്ക് കാര്യങ്ങളോ വന്നിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. ചിലപ്പോൾ പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ വരാമെന്ന് ഞാൻ ആദ്യം ഒരു ജാമ്യം എടുക്കുന്നുണ്ട്. ബി പാർട്ട് എ നൾ വെക്ടർ ഹാസ് നോ മാഗ്നിറ്റ്യൂഡ്, കറക്റ്റാണ്. 0 മാഗ്നിറ്റ്യൂഡാണ് നൾ വെക്ടർ, നമ്മൾ 0 വെക്ടറിന് ഉണ്ടാവുക. ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ഇലാസ്റ്റിക് ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ എഴുതിയിട്ടുണ്ടാവും. രണ്ട് കൊളീഷനിലെ കേസിലും ലീനിയർ മൊമെൻറ്റം കൺസേർവ് ആണ്, അതുകൊണ്ട് അത് എടുത്തേണ്ട ആവശ്യമില്ല. ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ ടോട്ടൽ കൈനറ്റിക് എനർജി കൂടി കൺസേർവ് ആയിരിക്കും. ഇൻഇലാസ്റ്റിക്കിൽ ടോട്ടൽ കൈനറ്റിക് എനർജി കൺസേർവ് അല്ല. അതുകൊണ്ട് തന്നെ ഇപ്പുറത്ത് പറയുകയാണ് കൈനറ്റിക് എനർജിയിൽ നഷ്ടമൊന്നും ഉണ്ടാവില്ല. ഇൻഇലാസ്റ്റിക്കിൽ കൈനറ്റിക് എനർജിയിൽ നഷ്ടം ഉണ്ടാവും. അതാണ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി ഒക്കെ ആയിട്ട് നഷ്ടപ്പെട്ടു പോകുന്നത് കേട്ടോ. അത് ചിലപ്പോൾ സൗണ്ടോ ഹീറ്റോ ലൈറ്റോ എന്ത് ഡിഫറെൻറ്റ് വേരിയസ് ഫോംസ് ഓഫ് എനർജി ആയിട്ട് അത് മാറും. ക്വസ്റ്റ്യൻ നമ്പർ 11, എ പാർട്ട് ഇൻ റൊട്ടേഷൻ ഓഫ് എ റിജിഡ് ബോഡി, റൊട്ടേഷനിൽ നിന്നാണ്. എബൌട്ട് എ ഫിക്സഡ് ആക്സിസ് എവരി പാർട്ടിക്കിൾ ഓഫ് ദ ബോഡി ഹാസ് സെയിം എന്താണ് ഉണ്ടാവുക, ആംഗുലർ വെലോസിറ്റി ആണ് കോൺസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാവുക. വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗയിൽ ഒമേഗയാണ് കോൺസ്റ്റൻ്റ് ഉണ്ടാവുക. ദ ക്വാണ്ടിറ്റി ആംഗുലർ വെലോസിറ്റീസ് ഡാഷ് ക്വാണ്ടിറ്റി ആണ്, വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 12, ഗ്രാവിറ്റേഷനിലാണ് പോകുന്നത്. എ പാർട്ട് ഡിഫൈൻ എസ്കേപ്പ് സ്പീഡ്, മിനിമം സ്പീഡ്. ഓക്കെ, മിനിമം സ്പീഡ് ഓർ മിനിമം വെലോസിറ്റി റിക്വയർഡ് ടു എസ്കേപ്പ് ഫ്രം ദ ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് എർത്ത് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് എർത്തിനെയാണ് നമ്മൾ എസ്കേപ്പ് സ്പീഡ് മിനിമം എന്ന് എഴുതിയിട്ടുണ്ടാവണം. ദെൻ മൂൺ ഹാസ് നോ അറ്റ്മോസ്ഫിയർ, നമുക്കറിയാം. മൂണിൻ്റെ കേസിൽ എന്തുകൊണ്ടാണ് അറ്റ്മോസ്ഫിയർ ഇല്ലാതെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഗ്യാസ് മോളിക്യൂൾസിൻ്റെ RMS സ്പീഡ് മൂണിൻ്റെ എസ്കേപ്പ് സ്പീഡിനേക്കാൾ കൂടുതലാണ്. അവരൊക്കെ എസ്കേപ്പായി പോയിട്ടുണ്ട്. എസ്കേപ്പ് സ്പീഡുമായി ബന്ധപ്പെട്ടാണ് അത് പറയേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 13, മാച്ച് ദ കോളംസ് എ ആൻഡ് ബി. വളരെ ബേസിക്കൽ ക്വസ്റ്റ്യൻ ആണ് ഫ്രം തെർമോഡൈനാമിക്സ് ഡെഫിനിഷൻ അല്ലാതെ വേറെ എന്താ കാണുന്നത് അവിടെ. എ കോളം ബി കോളം കാണാം. ഐസോ തെർമൽ കറസ്പോണ്ടിങ് ആയിട്ട് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, അഡിയാബാറ്റിക് നോ ഹീറ്റ് ട്രാൻസ്ഫർ, ഐസോകോറിക് വോളിയം കോൺസ്റ്റന്റ്, ഐസോബാറിക് പ്രഷർ കോൺസ്റ്റന്റ് നേരെ വന്നിട്ടുണ്ട്. സ്റ്റേറ്റിൽ ഓഫ് ഇക്യു പാർട്ടീഷൻ ഓഫ് എനർജി വളരെ ബേസിക് ആയിട്ട് ഇമ്പോർട്ടൻറ്റ് പറഞ്ഞ അതേ കാര്യം അവിടെ വന്നു. ഹാഫ് KBT ആണ് ഓരോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതി കൊടുക്കേണ്ടത്. 3 മാർക്കിൻ്റെ സെഷനിൽ ഇപ്പോൾ 15ാമത്തെ ക്വസ്റ്റ്യൻ ഫ്രീലി ഫോളിംഗ് ബോഡി. ഞാൻ മക്കളോട് എടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. ഓക്കെ, ഇപ്രാവശ്യം ട്രെൻഡിങ്ങിൽ വരും ഇക്വേഷൻസ് ഓഫ് മോഷൻ കഴിഞ്ഞാൽ ഫ്രീലി ഫോളിംഗ് ബോഡി മോഷൻ അണ്ടർ ഗ്രാവിറ്റിൻ്റെ ആ ഭാഗത്തുമായി ബന്ധപ്പെട്ടുള്ള 3 ഗ്രാഫുകൾ തന്നെയാണ്. അത് തന്നെ വന്നിട്ടുണ്ട്. പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ ആ ഷേപ്പാണ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കുറേ ആൾ മുകളിൽ നിന്ന് വരക്കും കേട്ടോ, അതിന് സീനൊന്നുമില്ല. മുകളിൽ നിന്ന് താഴേക്ക് വരക്കും, പോസിറ്റീവ് വരക്കും, നോർമലി താഴെ നിന്ന് വരക്കും. അത് രണ്ടും കറക്റ്റാണ്. വെലോസിറ്റി ടൈം കാണാം. അതുപോലെ എക്സ് ആക്സും വൈ ആക്സിലും പൊസിഷൻ ആണോ ടൈം ആണോ അതൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടാവണം. ഞാൻ പെട്ടെന്ന് ചെയ്തപ്പോൾ അത് എഴുതിയിട്ടില്ല. ആക്സിലറേഷൻ ടൈം -g, അതുപോലെ മുകളിൽ വരക്കും. എന്നിട്ട് അതിൻ്റെ ഡയറക്ഷൻ പറയുമ്പോഴാണ് പല രീതിയിലും മുകളിൽ വരച്ചിട്ട് 9.8 എഴുതിയാലും വലിയ സീനൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 16, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആണെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. F = ma യുടെ ഡെറിവേഷൻ എന്ത് ബേസ് എത്ര പ്രാവശ്യം റിപ്പീറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 17, എ പാർട്ട് റൊട്ടേഷൻ മോഷനുമായി ബന്ധപ്പെട്ടാണ് ക്വസ്റ്റ്യൻ നമ്പർ 17 വരുന്നത്. കൈനറ്റിക് എനർജി, റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയാണ്, ശ്രദ്ധിക്കണം. ഹാഫ് I ഒമേഗ സ്ക്വയറിൻ്റെ ഡെറിവേഷനാണ്. അശ്രദ്ധ കൊണ്ട് ഹാഫ് MV സ്ക്വയറിൻ്റെ ഡെറിവേഷൻ ചെയ്തിട്ടുണ്ട്, കയ്യിൽ നിന്ന് മാർക്ക് പോയിട്ടുണ്ട്. ദെൻ ബി പാർട്ട് സോളിഡ് സിലിണ്ടർ. ഞാൻ റൊട്ടേഷൻ മോഷൻ്റെ വീഡിയോ ഇപ്പോഴും കിടക്കുന്നുണ്ട് പ്ലേലിസ്റ്റ് +1 ഫിസിക്സ് ന്യൂമറിക്. ഇനി ആവശ്യമില്ല, എന്നാൽ പറയാണ്. ആ ന്യൂമറിക്കൽ വ്യക്തമായിട്ട് ഈ ക്വസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. സോളിഡ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ആണ്. ഹാഫ് I ഒമേഗ സ്ക്വയർ ആണ് ചെയ്യേണ്ടത്. ഇവിടെ സോളിഡ് സിലിണ്ടറിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ mr²/2 ആണ്. mr²/2 ആണ്. അശ്രദ്ധ കൊണ്ട് mr² ചെയ്ത കുട്ടിയാണ്, ചിലപ്പോൾ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. നന്നായിട്ട് പഠിച്ച കുട്ടിക്കാണ് തെറ്റൂല. mr²/2 ചെയ്യണം. എന്നിട്ട് I കണ്ടുപിടിച്ചപ്പോൾ 0.625 കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ്. ഇതെടുത്ത് ഇപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് സ്ക്രീൻ നോക്കിട്ടോ. ഹാഫ് I ഒമേഗ സ്ക്വയറിൽ കൊടുത്തു. ഹാഫ് Iൻ്റെ വയറ് 0.625 ഇൻറ്റു ഒമേഗ 100ൻ്റെ സ്ക്വയർ ചെയ്തപ്പോൾ എനിക്ക് ആൻസർ കിട്ടുന്നു 3125 ജൂൾ. എല്ലായിടത്തും ക്ലാസ്സിൽ ചെയ്ത് കൊടുത്ത ക്വസ്റ്റ്യൻ ആണത്. ക്വസ്റ്റ്യൻ നമ്പർ 18, സോളിഡിൽ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൻ്റെ നോർമൽ ഗ്രാഫിനെയാണ് വരച്ചിട്ടുണ്ടാവേണ്ടത്. അത് വരച്ചതിന് ശേഷം നിങ്ങൾ പ്രൊപ്പോർഷൻ ലിമിറ്റും ഫ്രാക്ചർ പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പ്രൊപ്പോർഷൻ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ A എന്ന് പറയുന്ന പോയിന്റ് ആണ്, ഫ്രാക്ചർ പോയിന്റ് E എന്ന് പറയുന്ന പോയിന്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 19, പ്രഷർ അറ്റ് എ പാർട്ട് പ്രഷർ അറ്റ് ഡെപ്ത് ബിലോ ദ സർഫേസ് ഓഫ് എ ലിക്വിഡ് ഓപ്പൺ ടു ദ അറ്റ്മോസ്ഫിയർ ഈസ് ഗ്രേറ്റർ ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സത്യമാണല്ലോ, താഴെ കുറച്ചും കൂടി കൂടുതലുണ്ടാവും. എക്സസ് പ്രഷർ അറ്റ് ഡെപ്ത് ഈസ് കോൾഡ് ഗേജ് പ്രഷർ. P = PA+ HρG. ചെറുങ്ങനൊന്നും ഉണ്ടായിട്ടൊക്കെ നോക്കി സീൻ ഉണ്ടായിട്ടുള്ള വിചാരിക്കുന്നു. വായിച്ചു ചെറുങ്ങൊന്നും വായിച്ചാൽ മനസ്സിലായിട്ടുണ്ടാവും. ബി പാർട്ട് പ്രോബ്ലം അല്ലേ, എത്ര പ്രാവശ്യം ആ പ്രോബ്ലം വരുന്നത് ഞാൻ വായിക്കാൻ നിൽക്കുന്നില്ല, ആൻസർ അവിടെ കാണാം. ഓക്കെ, നിങ്ങൾ പോസ് ചെയ്ത് വേണം നോക്കിക്കോ. ക്വസ്റ്റ്യൻ നമ്പർ 20, എ പാർട്ട് സ്റ്റേറ്റ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ്. തെർമൽ പ്രോപ്പർട്ടീസിൻ്റെ അവസാന ഭാഗത്ത് ന്യൂട്ടൺ ലോ ഓഫ് കൂളിംഗ്. റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതി കൊടുക്കേണ്ടത്. ബി പാർട്ട് ഞാൻ നോർമൽ എല്ലായിടത്തും പറയുന്നത്, ഞാൻ ചായയാണ് പറഞ്ഞത്. ഹോട്ട് വാട്ടറിന് വരും ചൂട് ചായ അല്ലെങ്കിൽ ചൂട് ഹോട്ട് കോഫി ടെമ്പറേച്ചറിനനുസരിച്ച് ടൈമിനനുസരിച്ച് കുറയുന്നതിൻ്റെ ഗ്രാഫ് വരയ്ക്കാനൊക്കെ വരും. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ 4 ഗ്രാഫ് വന്നിട്ട് ചൂസ് ചെയ്യാൻ വരുന്ന പറഞ്ഞത്. ഓക്കെ, നേരെ താഴേക്കുള്ള ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. കേർവിക്കൽ ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. എക്സ്പോണൻഷ്യൽ ഗ്രാഫ് എന്നൊക്കെ പറയുന്ന ആ ഗ്രാഫ്. ദെൻ അതിൽ സി പാർട്ട് വളരെ റയർ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ്. അത് ആദ്യമായിട്ടാണ് അത് എടുത്ത് റിപ്പീറ്റ് ആയിട്ടൊന്നും വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല. പ്രീവിയസ് ഒന്നും എടുത്ത് വരാത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത്. 20 C ആണ്. ന്യൂട്ടൺ ലോ ഓഫ് കൂളിംഗിൽ ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ടെമ്പറേച്ചർ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ തന്നെ നിങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ബോഡി ആൻഡ് സറൗണ്ടിങ് ഷുഡ് ബി സ്മോൾ ആയിരിക്കണം എന്നുള്ളൊരു കണ്ടീഷനിലാണ് ന്യൂട്ടൻ്റെ ലോ ഓഫ് കൂളിംഗ്. അതുകൊണ്ടാണ് ലോഗരിതം കൈസൊക്കെ വരുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ സറൗണ്ടിങ്ങിൻ്റെ ടെമ്പറേച്ചർ എപ്പോഴും കോൺസ്റ്റൻ്റ് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു കേസ് ഉണ്ടാവണം, അല്ലെങ്കിൽ അതിൽ വേരിയേഷൻ വരുന്നുള്ള കാര്യങ്ങളും. കാരണം രണ്ടും വേരി ചെയ്യാൻ പാടില്ലല്ലോ, കാരണം ഈ ഹോട്ട് ബോഡിയുടെ ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ആ ഒരു കേസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ അവിടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് എഴുതി തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ദെൻ 3 മാർക്കിൻ്റെ സെഷനിൽ പിന്നെയുള്ളത് ഞാൻ വായിക്കണോ? കാർനോട്ട് സൈക്കിളാണ്. 4 പ്രോസസ്സ്: ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡിയാബാറ്റിക് കംപ്രഷൻ. അതിൻ്റെ PV ഡയഗ്രാം വരച്ചിട്ടുണ്ടാവും, ഒരു സീനും ഇല്ല. ദെൻ 4 മാർക്കിൻ്റെ സെഷനിൽ എപ്പോഴും പറയും 22ാമത്തെ ക്വസ്റ്റ്യൻ പ്രിൻസിപ്പൾ ഓഫ് ഹോമോജിനിറ്റിക്ക് മാറ്റി വെച്ചാണ്. ഇപ്രാവശ്യവും അത് മാറിയില്ല. പ്രിൻസിപ്പൾ ഓഫ് ഹോമോജിനിറ്റിയിൽ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്? നെറ്റ് ഡയമെൻഷൻ ഓൺ LHS ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി മാർച്ചസും സെയിം ആണെന്നുള്ള കാര്യം. ഒരേ ഡയമെൻഷനുള്ള ആൾക്കാരെ മാത്രം നമുക്ക് അഡീഷനും ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും പറ്റുള്ളൂ എന്നുള്ള കാര്യം പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അതിൽ ബി പാർട്ട് ഡിറൈവ് ചെയ്യാനാണ്. ഞാൻ പെട്ടെന്ന് ഫുള്ള് വായിച്ചിട്ടില്ല. ഡിറൈവ് ചെയ്യാൻ കണ്ടുകൊണ്ട് K/√L/G സിമ്പിൾ പെൻഡിലും തന്നെയല്ലടാ. ഓക്കെ, സിമ്പിൾ പെൻഡ് എല്ലും G കൊണ്ട് M ഉണ്ടാവില്ല, M ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ 23-ൽ ഇല്ലസ്ട്രേറ്റ് ദ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഫോർ എ ബോൾ ഓഫ് മാസ് M ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് H ദാറ്റ് മീൻസ് ABC ഫ്രീലി ഫോളിംഗ് ബോഡി വർക്ക് എനർജിയിൽ ഇമ്പോർട്ടൻറ്റ് പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് തന്നെ വന്നിട്ടുണ്ട്. ദെൻ ബി പാർട്ട് സ്റ്റേറ്റ് ട്രൂ ഓർ ഫാൾസ് ദ വർക്ക് ഡൺ ബൈ എനി ഫോഴ്സ് ഇൻ എ ക്ലോസ്ഡ് പാത്ത് ഈസ് 0. നോ സ്റ്റേറ്റ് ട്രൂ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ട്രൂ അല്ല, ഫാൾസ് ആണ്. കാരണം എല്ലാ ഫോഴ്സും ക്ലോസ്ഡ് പാത്തിൽ എന്തല്ല വർക്ക് 0 അല്ല ഉണ്ടാക്കുന്നത്. കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ ഓക്കെ ആകുമായിരുന്നു. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ, ലേറ്റസ്റ്റ് ഒരു എക്സാമിൽ ഹാഫ് ഇയറിലാണ്, മോഡലൊക്കെ ഓർമ്മയില്ല. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, അതിലൊന്ന് മാറ്റി പിടിച്ചാണ് അവിടെ. ദെൻ 24ാമത്തെ ക്വസ്റ്റ്യൻ ഓസിലേഷനിൽ പറഞ്ഞ കാര്യം എക്സിൻ്റെ വാല്യൂ തന്നിട്ട് വെലോസിറ്റി ആക്സിലറേഷൻ ഇൻ SHM ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് ചെയ്തിട്ടുണ്ടാവും. ഫൈനൽ ആൻസർ ഓഫ് വെലോസിറ്റി ഇൻ SHM v = -a sin ωt+5 ആണ്. ആക്സിലറേഷൻ ഇൻ SHM -ω² A cos ωt+5 ആണ്. ഇതിൻ്റെ നമ്മൾ എക്സിൻ്റെ ടൈമിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതൊന്നും വന്നില്ല. 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ രാവിലെയാണ് തപ്പല്, കാരണം അത്ര തിരക്കായിരുന്നു. രാവിലെയാണ് ബേസിൻ്റെ ക്വസ്റ്റ്യൻ. പണ്ട് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തതിലും കാണാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ y = 3 sin 36t + 0.018x + π/4 ഒന്ന് മാറ്റി പിടിക്കണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു സജഷനും കൂടി ഉണ്ടായിരുന്നത്. ഇതേ ക്വസ്റ്റ്യൻ എത്രയോ പ്രാവശ്യം, 5 പ്രാവശ്യം ഓൾറെഡി ചോദിച്ച് ഇന്നും കൂടി കൂട്ടുമ്പോൾ 6 പ്രാവശ്യം ഈ പബ്ലിക് എക്സാമിന് ചോദിക്കുന്നതായിട്ട് എനിക്ക് പറയേണ്ടതുണ്ട്. ട്രാവലിംഗ് ആണോ സ്റ്റേഷനറി ആണോ? ട്രാവലിംഗ് വേവ് ആണ്. അത് ട്രാവലിംഗ് ആണെങ്കിൽ അതിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കുക. സ്പീഡ് കണ്ടുപിടിക്കാൻ എപ്പോഴും 4ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ടാവാറുള്ളത്, ബി പാർട്ടായിട്ടല്ല ഉണ്ടാവാറുള്ളത്. v = ന്യൂ ലാംഡ. ആ ന്യൂ സി പാർട്ട് കാണാം, ω/2π. ഞാൻ ചെയ്തപ്പോൾ 18/π ഹെഡ്സ് ആണെന്ന് കിട്ടുന്നുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇനീഷ്യൽ ഫേസ് π/4 റേഡിയൻ. അപ്പോൾ ദെൻ ബി പാർട്ടിക്ക് തിരിച്ചു വരുമ്പോൾ v = ന്യൂ ലാംഡ, ന്യൂന് പകരം 18/π എന്ന് കൊടുത്തു. ലാംഡ മുകളിൽ കാണാം നിങ്ങൾക്ക്. ഞാൻ 2π/k ഫിഗറിൽ നോക്കും, ഇക്വേഷൻ നോക്കുമ്പോൾ kx, എക്സിന് മുമ്പിലുള്ള ആളാണ് k ഉണ്ടാവുക. ആംഗുലാർ വേവ് നമ്പർ ഓർ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആ വാല്യൂസ് കൊടുക്കും. എനിക്ക് കിട്ടുക 2000 cm/s. അവിടെ ഒരു മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്, കാരണം അവിടെ ക്വസ്റ്റ്യൻ വായിക്കും മനസ്സിലാവും where x and y are in centimeter and t in second. അവിടെ ശ്രദ്ധിക്കണം, 2000 m/s നേടിക്കണം. വളരെ മണ്ടത്തരാണ്. 2000 cm/s ആണ്, അല്ലെങ്കിൽ 2000 × 10⁻² m/s എന്ന് പറയാവുന്നതാണ്. ദെൻ 5 മാർക്കിൻ്റെ സെഷനിൽ പോകുമ്പോൾ ഗലീലിയോമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ്റെ കേസൊക്കെ പറയുന്നുണ്ട്. എ പാർട്ട് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി ux u cos θ ആണ് ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ്. വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി uy = u sin θ ആണ്. മാക്സിമം ഹൈറ്റിൻ്റെ ഡെറിവേഷൻ ചെയ്തിട്ടുണ്ടോ, h = u² sin² θ/2g. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ആണ്. വാല്യൂസ് ഒക്കെ കൊടുത്താൽ ഫൈനൽ ആൻസർ എത്രയാണ് കിട്ടുന്നത് കമൻറ്റ് ചെയ്യും. മറ്റുള്ളവർക്കും കൂടി ഹെൽപ്പ് ആവട്ടെ മക്കളെ, നിങ്ങളെ കൊണ്ട് പറ്റുന്ന മറ്റുള്ളവർക്കും ഹെൽപ്ഫുൾ ആവട്ടെ. നിങ്ങളെല്ലാം ചെയ്തിട്ടാണോ വിചാരിക്കുന്നു. 27ാമത്തെ ക്വസ്റ്റ്യന് ബാങ്ക് റോഡ്. കുറേ ആൾക്ക് നിരാശ ഉണ്ടായിട്ടുള്ള കാര്യമായിരിക്കും. ബാങ്ക് റോഡ് ഒന്ന് മാറ്റി പിടിച്ചു. സർക്കുലർ ലെവൽ റോഡിൻ്റെ ഫിഗർ ആണ് വരക്കാൻ പറഞ്ഞിട്ടുണ്ടാവും, വരച്ചിട്ടുണ്ടാവും. ബി പാർട്ട് അതിൻ്റെ ഡെറിവേഷൻ. ഫൈനൽ ആൻസർ √μ/r കിട്ടുന്ന μr കിട്ടുന്ന ഡെറിവേഷൻ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ സ്പീഡ് എങ്ങനെയാണ് കൂട്ടുക, അതിൽ ഓരോ കാര്യങ്ങൾ കൂട്ടുക. റേഡിയസ് ഓഫ് ദ സർക്കുലർ ലെവൽ റോഡ് കൂട്ടുക എന്നുള്ള കേസ് നമുക്ക് അവിടെ പറയാൻ പറ്റും. പിന്നെ കോഎഫിഷ്യൻറ്റ് കൂട്ടാൻ പറ്റുവാണെങ്കിൽ അതിനനുസരിച്ച് സബ്സ്റ്റൻസ് യൂസ് ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും ബെറ്റർ 6 കൂട്ടുക എന്നുള്ളതാണ് പറയേണ്ടത്. ദെൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ആ ഒരു കേസ്, ആ ഇക്വേഷനുമായി ബന്ധിച്ച് നമുക്ക് കൂട്ടുന്ന കേസ് പറയാൻ പറ്റില്ലല്ലോ. ദെൻ പൊട്ടൻഷ്യൽ എനർജി, വർക്ക് എനർജി ആണ് പവറിൽ നിന്ന് വീണ്ടും ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. പൊട്ടൻഷ്യൽ എനർജി ഈസ് ആൻ എനർജി റിലേറ്റീവ് ടു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്, കറക്റ്റാണ്. ഡിഫൈൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സ്റ്റേറ്റ് ഓഫ് ഹൈറ്റ് അല്ലെങ്കിൽ പൊസിഷൻ കാരണം ഉണ്ടാകുന്ന എനർജിയാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. mgh ആണ് ഫൈനൽ ആൻസർ. അതിൽ ബി പാർട്ട് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ പാർട്ടിക്കിൾ ഓൺ എർത്ത് സർഫേസിൻ്റെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഡെറിവേഷൻ. അവിടെ നോർമലി ഒരു ഇൻ്റഗ്രേഷൻ ഡെറിവേഷൻ ആണെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. 3 മാർക്ക് കാണുന്നുണ്ട്. അവിടെ കുറേ ആൾക്ക് പെടാൻ ചാൻസ് ഉണ്ട്. W = Fs, അതിൽ F = mg, S = h എഴുതിയിട്ട് mgh പോരാ. നമ്മൾ ആ ഒരു ഇൻ്റഗ്രൽ ഡെറിവേഷൻ -r1 to r2 ഒരു ഇക്വേഷൻ വരുന്നില്ലേ, ആ ഒരു ഇൻഫിനിറ്റിയിൽ നിന്നും കൊണ്ടുവരുന്ന ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിൽ നിന്നും പൊട്ടൻഷ്യൽ എനർജിയിലേക്കുള്ള ഡെറിവേഷൻ വേണമെന്നാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് കേട്ടോ. കാരണം 3 മാർക്ക് ഉണ്ടായതുകൊണ്ട് അതുകൊണ്ട് -gm/r എന്നിട്ട് mgh കൊണ്ടുവരുന്ന ഡെറിവേഷൻ ആയിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ദെൻ പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? പക്ക നെഗറ്റീവ് ആണ്. അതിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു റെഫറൻസ് പോയിന്റ് അല്ലെങ്കിൽ
ഓൾവേസ് ഇൻ അട്രാക്റ്റീവ് നേച്ചർ കാണിക്കാനാണ് അവിടെ നെഗറ്റീവ് വരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഹൈഡ്രോളിക് ലിഫ്റ്റും ഹൈഡ്രോളിക് ബ്രേക്സ് ആർ ആപ്ലിക്കേഷൻ ഓഫ് ഫേമസ് ലോ എന്നാണ് പറയുന്നത്. ഏത് ലോ? നെയിം ആൻഡ് സ്റ്റേറ്റ് ലോ, പാസ്കൽസ് ലോയും പാസ്കൽസ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. പിന്നെ ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ എന്ത് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഡെറിവേഷൻ ഹൈഡ്രോളിക് ലിഫ്റ്റുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ് അത് വരച്ച് കാര്യങ്ങൾ ഒപ്റ്റൈൻ ദ റിലേഷൻ ഫോർ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്നാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ F2 ഒരു ഇക്വേഷൻ ഇല്ലേ, F1/F2 അല്ലെങ്കിൽ F1/A1 = F2/A2, എന്നിട്ട് F2 ഒരു ഇക്വേഷൻ ഉണ്ട്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ്. F1/A1 × A2 എന്ന് പറയുന്ന ആ ഇക്വേഷൻ ആണ് അവിടെ ചോദിച്ചത്. അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് റേഡിയസ് പറയുമ്പോൾ πr1² πr2² കൊടുക്കുക. ഇതാണ് ഒരു ഇപ്രാവശ്യത്തെ +1 ഫിസിക്സ് പബ്ലിക് എക്സാം 2025 ക്വസ്റ്റ്യൻ പേപ്പറാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരു ആവറേജ്, ഒരു ബിലോ ആവറേജ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പബ്ലിക് എക്സാം +2 ഒക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വലിയൊരു സീനോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു പുതിയതായിട്ട് വരാൻ നോക്കി. അതിന് പാരസ്പോണിംഗ് ഓർ ക്വസ്റ്റ്യനൊക്കെ വെച്ച് എഴുതി ഫുൾ അടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾക്ക് അറിയുന്ന ആൻസേഴ്സ് ഞാൻ പ്രോബ്ലം പറഞ്ഞു നോക്കി, നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യും, മറ്റുള്ളവർക്കും കൂടി അത് ഹെൽപ്ഫുൾ ആവട്ടെ. കാരണം ഞാൻ പ്രോബ്ലംസ് ഒന്ന് ഫൈനൽ ആൻസർ ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് പരസ്പരം ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്തിട്ട് മറ്റുള്ളവന്ന് ഹെൽപ്പ് ആക്കട്ടോ. സോ എല്ലാവർക്കും നല്ല എക്സാം ആയിട്ടുണ്ടാകുന്ന വിശ്വസിക്കുകയാണ്. നെക്സ്റ്റ് സെഷൻ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.